വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. സോ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ട്രിപ്പിളിലെ 2024 സ്കീമിലുള്ള S5 സബ്ജക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ്. സോ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. സോ ഇതാണ് നമ്മളുടെ കോഴ്സ് കോഡ് വന്നിട്ടുള്ളത് PCEET 502. സോ ഇത് S5 ട്രിപ്പിളിയിലെ വൺ ഓഫ് ദ കോർ പേപ്പറാണ്. സോ നമ്മളുടെ എങ്ങനെയാണ് ഇതിന്റെ കോഴ്സ് കോഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രീ റിക്വസിറ്റ് കാര്യങ്ങളൊക്കെ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം. സോ കോഴ്സ് കോഡ് വന്നിട്ടുള്ളത് PCEET 502 ആൻഡ് നമ്മളുടെ മാർക്സ്, അതായത് മാർക്സിന്റെ സ്പ്ലിറ്റ് അപ്പ് വന്നിട്ടുള്ളത് കോഴ്സ് ഇന്റേണൽ ഇവാലുവേഷൻ 40, അതായത് നമ്മുടെ ഇന്റേണൽ മാർക്സ് 40 മാർക്സും പിന്നെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്സ് ആയിട്ടുള്ള 60 മാർക്സും ആണ് വന്നിട്ടുള്ളത്. സോ ഓവറോൾ 100 മാർക്സിന്റെ ഒരു പേപ്പറാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. സോ ടീച്ചിങ് അവേഴ്സ് വന്നിട്ടുള്ളത് 3 hours per week ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ക്രെഡിറ്റ് വന്നിട്ടുള്ളത് 4 credits ആണ്. സോ പ്രീ റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് GY Math 201, അതായത് നമ്മളുടെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 2 അതാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ഒരു തിയറി പേപ്പറാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. 2.5 hours ആയിരിക്കും. സോ നമുക്കിനി കോഴ്സ് ഇന്റേണൽ ഇവാലുവേഷന്റെ പാറ്റേൺ, അതായത് മാർക്സ് എങ്ങനെയാണ് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുള്ളത് നോക്കി നോക്കാം. സോ അറ്റൻഡൻസിന് 5 മാർക്സും അതുപോലെ തന്നെ അസൈൻമെന്റ് ഓർ മൈക്രോ പ്രൊജക്ടിന് 15 മാർക്സ് ആൻഡ് 2 ഇന്റേണൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഫസ്റ്റ് ഇന്റേണലിന് 10 മാർക്സ് ആൻഡ് സെക്കൻഡ് ഇന്റേണൽ 10 മാർക്സ്. സോ ഓവറോൾ നമുക്ക് 40 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളുടെ എക്സാമിനേഷൻ നമുക്ക് ഇന്റേണൽ ആയിട്ട് 40 മാർക്സും അതുപോലെ തന്നെ തിയറി എക്സാം, അതായത് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആയിട്ട് 60 മാർക്സ്. ഓവറോൾ 100 മാർക്സിന്റെ ഒരു എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിൽ 60 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് തിയറിറ്റിക്കൽ ആയിട്ട് എക്സാം എഴുതിയെടുക്കേണ്ടത്. അതായത് നമ്മളുടെ സെമസ്റ്റർ എൻഡിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമല്ലോ, അത് 60 മാർക്സിനായിരിക്കും. ആൻഡ് നമ്മളുടെ അസൈൻമെന്റും അറ്റൻഡൻസും അതുപോലെ 2 ഇന്റേണൽ എക്സാമിനേഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ 40 മാർക്സിനായിരിക്കും ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മളുടെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ പറഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാം. സോ യൂണിവേഴ്സിറ്റി എക്സാമിന് ആസ് യൂഷ്വൽ 2 പാർട്ട് ഉണ്ടാവും, പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്തായിരിക്കും, കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ മൊഡ്യൂളിൽ നിന്നും, അതായത് എല്ലാ മൊഡ്യൂളിൽ നിന്നും നമുക്ക് കമ്പൽസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് പാർട്ട് എ അല്ലേ, പാർട്ട് എ എന്ന് പറയുമ്പോൾ 4 മൊഡ്യൂളാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വരുന്നത്. സോ അവിടെ ഇങ്ങനെ പാർട്ട് എ 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. സോ 8 questions ഉണ്ടാവും 4 മൊഡ്യൂളിൽ നിന്ന് 2 വെച്ചിട്ട്. സോ 4 into 8 അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് ആയിരിക്കും. സോ ഓവറോൾ 8 into 3 24 മാർക്സിന്റെ ഒരു എക്സാം ആയിരിക്കും. 24 മാർക്സ് ആയിരിക്കും പാർട്ട് എയിൽ ഉണ്ടാവുക. ക്ലിയർ ആയോ? സോ 24 മാർക്സ് നമുക്ക് പാർട്ട് ചെയ്യുന്നത് കിട്ടും. ദെൻ പാർട്ട് ബി ഓവറോൾ 60 മാർക്ക് ആകുമ്പോൾ പാർട്ട് ബി എന്ന് എന്തായിരിക്കും ഉണ്ടാവുക, 4 into 9 that is equal to 36 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് 2 questions will be given from each module out of which 1 question should be answered. അതായത് 2 ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് ചോയ്സ് വരുന്നുണ്ട്. പാർട്ട് എ എന്ന് പറയുമ്പോൾ 8 questions കമ്പൽസറി ആണ്. പക്ഷെ പാർട്ട് ബി എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ക്ലിയർ ആയോ? സോ ഈച്ച് ക്വസ്റ്റ്യൻ ഹാവ്സ് 3 subdivisions. അതായത് ഇപ്പോൾ 9th question ആണെന്നുണ്ടെങ്കിൽ 9A, 9B, 9C അങ്ങനെ 3 divisions ഉണ്ടായേക്കാം. സിമിലർലി ഈച്ച് ക്വസ്റ്റ്യൻസിന് എന്തായിരിക്കും 9 മാർക്സ് വെച്ചിട്ടാണ് ഉണ്ടാവുക. സോ 9 into 4 modules അല്ലേ, 9 into 4 36. സോ 36 plus 24 ഓവറോൾ 60 മാർക്സ് ആയിരിക്കും നമ്മളുടെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ? സോ ഇങ്ങനെയാണ് 60 + 40 ഓവറോൾ 100 ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എക്സാം ഓവറോൾ നമുക്ക് സ്കോർ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് മൊഡ്യൂൾ വൈസ് സിലബസിലേക്കാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത് വൺ ഓഫ് ദ കോർ പേപ്പർ ആണ്. 4 modules വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ 4 modules തന്നെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു സ്റ്റഡിയാണ് നമുക്ക് ബേസിക്കലി ഇലക്ട്രോ മാഗ്നറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ അതിനെയാണ് നമ്മൾ 4 modules ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അതിന്റെ പ്രൊപ്പഗേഷൻ, അത് ഡിഫറെന്റ് മീഡിയാസിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും നമ്മളെ ഇന്ററാക്ഷൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. നമ്മളുടെ +1 +2 ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റിന്റെ ഒരു ഹയർ ലെവൽ ഓഫ് ആപ്ലിക്കേഷനും കാര്യങ്ങളും ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീ റിക്വസിറ്റ് ആയിട്ട് നമ്മളുടെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് പാർട്ട് 2 വരുന്നുണ്ടല്ലോ. സോ
അതിൽ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടുള്ള കേള്, ഡൈവേർജൻസ്, സ്റ്റോക്സ് തിയറം, അങ്ങനെ കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു തറോ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ സെമസ്റ്ററിലേക്ക് കടക്കാൻ പോവാണ് അല്ലേ. സോ പുതിയ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതിനോടൊപ്പം തന്നെ എല്ലാ കോർ പേപ്പറിൻ്റെയും സിലബസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് കോൺസെപ്റ്റ്. സോ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നമ്മൾ ലോവർ സെമസ്റ്ററിലും അതുപോലെ ലോവർ ഹയർ സെക്കൻഡറി ലെവൽ സ്കൂൾ എഡ്യൂക്കേഷനിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റ് വരുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എസ്പെഷ്യലി മാത്സിലെ കോൺസെപ്റ്റ് ആണ് നമ്മളുടെ ഗ്രേഡിയൻറ്റ്, കേള്, ഡൈവേർജൻസ്, അങ്ങനത്തെ കുറച്ച് മാത്തമാറ്റിക്കൽ വെക്ടർ കാൽക്കുലസ് സെഷൻസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ഡെറിവേഷൻ, ഇൻ്റഗ്രേഷൻ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നത് കുറച്ച് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഒരു ക്ലാസ്സിലേക്ക് പോവാതെ നമ്മൾ അതിനൊരു പ്രിപ്പറേഷൻ, ഒരു സെം പ്രെപ്പ് എന്നൊക്കെ ഉള്ളതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. സോ നമുക്ക് മൊഡ്യൂൾ വൈസ് സിലബസ് നോക്കി വെക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂൾ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ്, അതായത് മാത്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് മൊഡ്യൂൾ 1 നെസസറിയാണ്. മൊഡ്യൂൾ 1 മാത്രമല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്നുള്ള കോർ പേപ്പർ പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്സിലെ ചില കോൺസെപ്റ്റ് നിങ്ങൾക്ക് തറോ ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നതാണ് റെക്ടാങ്കുലർ, സിലിണ്ട്രിക്കൽ ആൻഡ് സ്ഫിരിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഈ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എപ്പോഴും ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് റെക്ടാങ്കുലർ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അതായത് നമ്മളുടെ ഏതൊരു ബോഡി ഇൻ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് XYZ ഈ 3 ആക്സിസ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. അതായത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ 3 കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ 3 കോർഡിനേറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിന് പുറമെ ഒരുപാട് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ബേസിക്കലി നമ്മൾ 3 കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമുക്ക് ബേസ് ആയിട്ടുള്ളത്. ഒന്ന് കാർട്ടീഷ്യൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ, ദെൻ സ്ഫിരിക്കൽ ആൻഡ് സിലിണ്ട്രിക്കൽ. സോ ഈ സ്ഫിരിക്കലും സിലിണ്ട്രിക്കലും നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആവില്ല. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം എന്നും ഒരു വെക്ടറിനെ ഈ 3 ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു വെക്ടറിനെയും ഒരു പോയിന്റിനെയും റെപ്രസെന്റേഷൻ ഓഫ് പോയിന്റ്, യൂണിറ്റ് വെക്ടർ, വെക്ടർ, കോൺസ്റ്റന്റ് സർഫസസ്, അതായത് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ലെങ്ത്, ഡിഫറൻഷ്യൽ സർഫസ് ഏരിയ, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പോയിന്റ്സ്, യൂണിറ്റ് വെക്ടേഴ്സ് എമംഗ് ദ 3 കോർഡിനേറ്റ് സിസ്റ്റംസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, അതായത് ഒരു പോയിന്റിനെ ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നും മറ്റേ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം. അത് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഈ മൊഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് അത്. അതായത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം, അതിന്റെ കൂടെ തന്നെ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഒരു വെക്ടറിനെ എങ്ങനെ നെക്സ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ള കാര്യം കൂടി പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡെൽ ഓപ്പറേറ്റർ. ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു വെക്ടർ കാൽക്കുലസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ അതറിയില്ലേ, ഇങ്ങനെ വരുന്നതാണ് നമ്മളുടെ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. അതാണ് ഗ്രേഡിയന്റ്, കേള്, ഡൈവേർജൻസ്. ഇത് 3ആണ് ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ലാപ്ലാഷ്യൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററും കൂടി ഉണ്ട്, പക്ഷെ അതിന്റെ ഡെപ്തിലേക്ക് പോകാനില്ല. സോ ഡെൽ ഓപ്പറേറ്റർ നമ്മൾ എങ്ങനെയാണ് ഈ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും അപ്ലൈ ചെയ്യുന്നത്, അതായത് നമ്മുടെ സ്ഫിരിക്കൽ, സിലിണ്ട്രിക്കൽ ആൻഡ് റെക്ടാങ്കുലർ ഈ 3 കോർഡിനേറ്റ് സിസ്റ്റത്തിലും കേള്, ഡൈവേർജൻസ്, ഗ്രേഡിയന്റ്. സോ ഗ്രേഡിയന്റ് ഓഫ് സ്കെലാർ ഫീൽഡ്, ഗ്രേഡിയന്റ് ഓഫ് സ്കെലാർ ഫീൽഡ്, അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് ഒരു ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെഫിനിഷൻ പഠിക്കണം, പ്രോപ്പർട്ടീസ് പഠിക്കണം, അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പഠിക്കണം, ഗ്രേഡിയന്റ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റണം. അതായത് ഒരു വെക്ടർ തരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കെലാർ ഫീൽഡ് തരുമ്പോൾ അതിന് ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. സോ അത് സോൾവ് ചെയ്യാൻ പറ്റണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡൈവേർജൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈവേർജൻസ് വരുന്നുണ്ട്. സെയിം ഡൈവേർജൻസിന് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പഠിക്കണം, അത് നമ്മൾ ന്യൂമറിക്കൽ സോൾവ് ചെയ്യാനും പഠിക്കണം. ദെൻ ഡൈവേർജൻസ് തിയറം, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ്. മൊഡ്യൂൾ 1 നമുക്ക് പഠിക്കാനുള്ളതാണ് ഡൈവേർജൻസ് തിയറം, അതുപോലെ തന്നെ സ്റ്റോക്സ് തിയറം. സോ ഡൈവേർജൻസ് തിയറം അതിന്റെ ഡെറിവേഷൻ, ഡൈവേർജൻസ് തിയറം എങ്ങനെ ഡെറൈവ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യവും പഠിക്കാം. ദെൻ കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എഗെയിൻ കേൾ എന്ന് പറയുന്നത് ഒരു ഡെൽ ഓപ്പറേറ്റർ വെച്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് കേൾ എന്ന് പറയുന്നത്. സോ അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസും പഠിക്കണം. ദെൻ സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത് നമ്മളുടെ ലൈൻ ഇന്റഗ്രലിനെയും സർഫസ് ഇന്റഗ്രലിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു തിയറാണ് സ്റ്റോക്സ് തിയറം.
ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതായത് ഈ സബ്ജക്ട് S5 നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് 2 മൊഡ്യൂൾസിൽ നമ്മൾ ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക്സ് റിലേറ്റഡ് കാര്യങ്ങളാണ്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിന്റെ എൻഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടക്കും. പിന്നെ തേർഡ് മൊഡ്യൂളിലും നമ്മൾ ബേസിക്കലി ഡീൽ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ വെച്ചിട്ടാണ് കേട്ടോ. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അഫ്കോഴ്സ് അവിടെ വരും നമ്മുടെ കൂളോംസ് ലോ വരും. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഫോഴ്സ് ആൻഡ് ഫീൽഡ് ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ്, ഗോസസ് ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡിന്റെ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാ, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഇലക്ട്രിക് ഫ്ലക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോ അതിൽ വരുന്നതാണ് നമ്മളുടെ ഗോസസ് ലോ, കൂളോംസ് ലോ. സോ കൂളോംസ് ലോ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ടാവും. കൂളോംസ് ലോ ഇൻ വെക്റ്റർ ഫോം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെറിവേഷൻ ആണ്. പിന്നെ ഗോസസ് ലോ എന്താണ്, ഗോസസ് ലോ ഇൻ ഇന്റഗ്രൽ ഫോം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇന്റഗ്രൽ ഫോം ആണ്, ഗോസസ് ലോന്റെ ഇന്റഗ്രൽ ഫോം ആണ് പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് ഇലക്ട്രിക് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനത്തെ. അതുപോലെ തന്നെ നമ്മളുടെ ഗോസസ് ലോന്റെ ആപ്ലിക്കേഷൻസ് ലെവൽ, അതായത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോണിലാണ് നമ്മൾ ഫീൽഡ് ഡ്യൂ ടു ലൈൻ ഓഫ് ചാർജ്, സർഫസ്, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്. സോ ബേസിക്കലി മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഒരു പ്രപ്പ് പോലെയാണ്, അതായത് നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ, നെക്സ്റ്റ് ഫർദർ മൊഡ്യൂൾസിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ, കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ന്യൂ കോൺസെപ്റ്റ് ഒന്നും നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കുന്നില്ല. നമ്മളുടെ +2 ഫിസിക്സിലും മാത്സിലും പഠിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ പഠിച്ച, അതായത് സെക്കൻഡ് ഇയർ മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെയും കുറച്ചൊരു ഹയർ ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് ന്യൂമറിക്കൽസ് ഒക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 1 നോക്കുന്നത്. സോ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് ഇൻ മെറ്റീരിയൽ സയൻസ്, അതായത് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡിന്റെ കോമ്പണൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. അതിന്റെ ബേസ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡിഫറെന്റ് മീഡിയത്തിൽ എങ്ങനെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഡിഫറെന്റ് മെറ്റീരിയൽസ്, ഒരു മീഡിയ അല്ല ഡിഫറെന്റ് മെറ്റീരിയൽ മീഡിയത്തിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യാന്നൊക്കെ. സോ അവിടെയാണ് നമ്മളുടെ ഗോസസ് ലോ ഇൻ പോയിന്റ് ഫോം. സോ ഗോസസ് ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ 1 അതിൽ ഇന്റഗ്രൽ ഫോം, അതിന്റെ അപ്ലിക്കേഷൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളൂ. സെക്കൻഡ് മൊഡ്യൂളിലാണ് ഗോസസ് ലോ ഇൻ പോയിന്റ് ഫോം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം നോക്കാനുള്ളത്. പിന്നെ അവിടെ വരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് വി ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിലാണ്. പിന്നെ ഇയും വിയും, ഇ =−del v എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അതിന്റെ ഡെറിവേഷനും നമുക്ക് വരുന്നത് ഈ സെക്കൻഡ് മൊഡ്യൂളിലാണ്. ദെൻ ഫീൽഡ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ, അതായത് ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ള കോൺസെപ്റ്റും ഇതിനാണ് വരുന്നത്. ഇലക്ട്രിക് ഡൈപോളിന്റെ ഫീൽഡും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അതുപോലെ ഡൈപോൾ മൊമെന്റ്, അങ്ങനത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നുണ്ട്. ദെൻ എനർജി ഡെൻസിറ്റി ഇൻ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ്, കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ കറണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ മൂവ്മെന്റ് കാരണം അല്ലെങ്കിൽ കറണ്ടിന്റെ ഒരു ജനറേഷൻ പ്രൊപ്പഗേഷൻ കാരണമൊക്കെ കറണ്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ കറണ്ടിന്റെ പ്രൊഡക്ഷൻ കാരണം ഉണ്ടാവുന്ന കുറച്ച് കണ്ടക്ഷൻ കറണ്ട്, കൺവെക്ഷൻ കറണ്ട്, അതിന്റെ കമ്പാരിസൺ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ആ ഒരു ഭാഗം. പിന്നെ ഓംസ് ലോ നമ്മൾ ചെറിയ V = IR എന്നുള്ള ഇക്വേഷൻ അറിയാത്തവരുണ്ടാവില്ല അല്ലേ. സോ ഓംസ് ലോന്റെ പോയിന്റ് ഫോമും കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കോആക്സിൽ ആൻഡ് സ്ഫിരിക്കൽ കപ്പാസിറ്റേഴ്സ്. സോ കപ്പാസിറ്റൻസ് നമുക്ക് ഡെറിവേഷൻ വരുന്നുണ്ട് അവിടെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, കോആക്സിൽ കേബിൾ, അതുപോലെ തന്നെ നമ്മളുടെ സ്ഫിരിക്കൽ കപ്പാസിറ്റർ, ഇത് മൂന്നിന്റെയും ഡെറിവേഷൻ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ മാക്സ്വെൽ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ദെൻ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്തൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാവും അല്ലേ. അതായത് ഒരു ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ നമ്മൾ ബൗണ്ടറി എന്ന് വിളിക്കും. സോ ഈ ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ചേഞ്ച് എങ്ങനെയാണ്, അത് കണ്ടിന്യൂസ് ആയിട്ടാണോ അതോ ഡിസ്കണ്ടിന്യൂസ് ആണോ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും കൂടി കൺസിഡർ ചെയ്യണം. സോ ഈ രണ്ട് പാരാമീറ്റേഴ്സും അക്രോസ് ദ ബൗണ്ടറി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബൗണ്ടറി കണ്ടീഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് 2 dissimilar ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ്, അതായത് 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ ബൗണ്ടറിയിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് നോക്കണം. ദെൻ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഡൈഇലക്ട്രിക് ആൻഡ് കണ്ടക്ടർ ബൗണ്ടറി, അതായത് ഒരു
ഡൈലക്ട്രിക് മെറ്റീരിയലും സെക്കൻഡ് മെറ്റീരിയൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ അവിടെ എങ്ങനെയാണ് ആക്ട് ചെയ്യണമെന്ന് നോക്കണം. ദെൻ തേർഡ് വൺ വന്നിട്ടുള്ളത് കണ്ടക്ടർ ആൻഡ് ഫ്രീ സ്പേസ് ബൗണ്ടറി. സോ ഈ 3 കേസിൻ്റെയും അതിൻ്റെ ഇക്വേഷൻസും ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആ സെഷനിൽ. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പോയിസൺസ് ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ. ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, ഒരു ഡെറിവേഷൻ ആണ്. സോ ഇതിൻ്റെ ഡെറിവേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ദെൻ അഗൈൻ ഞാൻ പറഞ്ഞു സെക്കൻഡ് മൊഡ്യൂളിന്റെ എൻഡിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. സോ മാഗ്നറ്റിക് ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ലോസ് ഏതൊക്കെയാണ്, അത് ഇല്ലാതെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പഠിക്കാൻ പറ്റില്ലല്ലോ. ബയോട്ട്-സവാർട്ട് ലോ ആൻഡ് ദ ആംപിയർ സർക്യൂട്ട് ലോ. സോ ആംപിയർ സർക്യൂട്ട് ലോ നമുക്ക് ഇന്റഗ്രൽ ഫോമിലും വേണം, പോയിന്റ് ഫോമിലും വേണം. സിമിലർലി ഈ ബയോട്ട്-സവാർട്ട് ലോയും ആംപിയർ സർക്യൂട്ട് ലോയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യും. ദെൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ലൈൻ, ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് കറണ്ട്, കോയാക്സിയൽ കേബിൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ആപ്ലിക്കേഷൻസ് ഓഫ് ആംപിയർ സർക്യൂട്ട് ലോ ബേസിക്കലി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഈ ആപ്ലിക്കേഷൻസ് പഠിക്കുമ്പോൾ ജസ്റ്റ് ഡെറിവേഷൻ മാത്രമല്ല പഠിക്കേണ്ടത്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിലും അതും സോൾവ് ചെയ്യാനുള്ള ഒരു കാലിബർ നിങ്ങൾ എത്തണം. അതായത് റാൻഡംലി ഇങ്ങനെ ഒരു ലൈൻ ചാർജ് ഉണ്ട്, എത്ര ഡിസ്റ്റൻസിലാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും കൂടി സോൾവ് ചെയ്യാൻ രീതിയിലുള്ള ഒരു സെഷനാണ് ഈ ആംപിയർ സർക്യൂട്ട് ലോ, അതേപോലെ ബയോ-സവാർട്ട് ലോ. ദെൻ നോൺ കൺസർവേറ്റീവ്നെസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് നോൺ കൺസർവേറ്റീവ് ആയതിനുള്ള റീസണും കാര്യങ്ങളൊക്കെയാണ് ആ സെഷൻ. ദെൻ നെക്സ്റ്റ് വൺ ലാസ്റ്റ് ടോപ്പിക് ഇതിൽ മാഗ്നറ്റിക് സ്കെലാർ പൊട്ടൻഷ്യൽ ആൻഡ് മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. ഇത് 2 സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. മെയിൻലി ഇത് നമ്മളെ പാർട്ട് എയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന 4 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കമ്പാരിസൺ ആയിട്ടാണ് കൂടുതലും ചോദിക്കാറ്. സോ ഇത്രയാണ് നമ്മളുടെ മൊഡ്യൂൾ 2 വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 ഞാൻ പറഞ്ഞു കംപ്ലീറ്റ്ലി നമ്മളുടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഉണ്ടാവുന്ന കുറേ കോൺസെപ്റ്റ് ആണ് നമ്മളുടെ തേർഡ് മൊഡ്യൂളിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഇൻ മെറ്റീരിയൽ മീഡിയ. സോ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ടുള്ളത് ഫോഴ്സ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഡ്യൂ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിന് വരുന്ന ചേഞ്ചസ്. നമ്മളുടെ F=Q × V × B എന്നുള്ള ഇക്വേഷൻ ഒക്കെ നിങ്ങൾ ലോവർ സെമസ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അവിടെ ബേസിക്കലി ഡീൽ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ 2 കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ്. 2 കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ കോൺസെപ്റ്റ് പഠിക്കണം. അതെന്ന് പറയുമ്പം ഈ 2 കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിലും കറണ്ട് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 കണ്ടക്ടേഴ്സും എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. അതാണ് അവിടുത്തെ ഒരു കോൺസെപ്റ്റ്. ദെൻ മാഗ്നറ്റിക് ടോർക്ക് ആൻഡ് മൊമെന്റ്. മാഗ്നറ്റിക് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഫോഴ്സ്, റൊട്ടേറ്റിംഗ് ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയാം. സോ ആ ടോർക്കും അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ് മാഗ്നറ്റിക് ടോർക്ക് ആൻഡ് മൊമെന്റ് എന്നുള്ള കോൺസെപ്റ്റിൽ. ദെൻ മാഗ്നറ്റൈസേഷൻ ഇൻ മെറ്റീരിയൽസ്. മാഗ്നറ്റൈസേഷൻ ഇൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെറ്റീരിയൽസ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് മാഗ്നറ്റൈസ്ഡ് ആവാനുള്ള ഒരു ടെൻഡൻസി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അയൺ ഒക്കെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ എല്ലാം ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ട് അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. അതിനെയാണ് നമ്മൾ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു കൺസിഡറേഷനിൽ നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് വരുന്നത്. അതാണ് നമ്മളുടെ ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ മാഗ്നറ്റിക് ബൗണ്ടറി കണ്ടീഷൻ. മാഗ്നറ്റിക് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ബൗണ്ടറി കണ്ടീഷൻസ് പഠിക്കുന്നതിന്റെ തന്നെ ഇവിടെ ഒരു അനലോഗസ് ആയിട്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് എന്നുള്ള കാര്യമാണ് അത് നോക്കുന്നത്. പിന്നെ ഇൻഡക്റ്റൻസ്, നമ്മൾ അവിടെ കപ്പാസിറ്റൻസ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചു. സോ ഇവിടെ നമുക്ക് ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്താണ്, ഒരു പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു ഒപ്പോസ് ചേഞ്ച് ഇൻ കറണ്ട് അല്ലെ. ആ ചേഞ്ചിങ് കറണ്ടിന്റെ ഡയറക്ഷൻ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇൻഡക്റ്റൻസ് ബേസിക്കലി നമുക്ക് സെൽഫ് ഇൻഡക്ഷനും ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷനും ഉണ്ട്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് നമ്മളുടെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലേ. സോ അതാണ് അടുത്തൊരു കോൺസെപ്റ്റ്. നെക്സ്റ്റ് വൺ എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ്. അത് പറയുന്ന ഒരു സിമ്പിൾ ഡെറിവേഷൻ ആണ്. അതായത് ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജി, അതായത് W=12LI² എന്നുള്ളതിന്റെ ഒരു ഡെറിവേഷൻ ആണ് നമ്മളവിടെ പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് മാക്സ്വെൽ ഹെവിസൈഡ് ഇക്വേഷൻ. അതായത് നമ്മളുടെ ഫാരഡേസ് ലോ എന്താ പറയുന്നത്, ഫാരഡേസ് ലോ എന്ന് പറയുന്നത് നമ്മളുടെ EMF, നമ്മൾ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. സോ E=-dϕ/dt എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മളുടെ ഫാരഡേസ് ലോ. സോ ഫാരഡേസ് ലോ ആണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ള നമ്മളുടെ ട്രാൻസ്ഫോമറിനെ പറ്റിയൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നും
എല്ലാ സമയത്തും പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ. എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഞാൻ നേരത്തെ പറഞ്ഞു, മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കാരണം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നു. അത് പ്രൈമറി കോയിലിൽ നമ്മൾ AC അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നു. ഇത് കാരണം സെക്കൻഡറി കോയിലിൽ എന്ത് വരികയാണ്? ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യാണ്. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൈമറി കോയിലിലെ ചേഞ്ച് കാരണം സെക്കൻഡറി കോയിലിൽ EMF പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതാണ് നമ്മളുടെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദെൻ നെക്സ്റ്റ് വൺ മോഷണൽ EMF. മോഷണൽ EMF എന്ന് പറയുന്നത് ഒരു മൂവിങ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുക. അതിലേക്ക് നമ്മളൊരു കണ്ടക്ടർ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഈ കണ്ടക്ടർ ക്രോസ് ചെയ്യും. അത് കാരണം അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് മോഷണൽ EMF. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് അല്ലേ. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന EMFനെയാണ് മോഷണൽ EMF എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിസ്പ്ലേസ്മെന്റ് കറന്റ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് പറയുന്നത് ഒരു ഫീൽഡിൽ ഇപ്പോൾ നമ്മൾ ഈവൻ വെൻ ആക്ച്വൽ കറണ്ട് ഇല്ലെങ്കിലും നമ്മളൊരു കറണ്ട് ഇല്ലെങ്കിലും ഇലക്ട്രിക് ഫീൽഡിന്റെ മൂവ്മെന്റ് കാരണം അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മാക്സ്വെൽ ആൻഡ് ഹീവിസൈഡ് ഇക്വേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് ആണ്. നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ അല്ലെങ്കിൽ മാക്സ്വെൽ ഇക്വേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. സോ മാക്സ്വെൽ ആൻഡ് ഹീവിസൈഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് അത് ബേസിക്കലി ഇറ്റ് റിലേറ്റ്സ് ദ relationship between magnetic field, electric field, current and charges. മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും കറന്റിന്റെയും ചാർജസിന്റെയും റിലേഷനെയാണ് മാക്സ്വെൽ ആൻഡ് ഹീവിസൈഡ് ഇക്വേഷൻ വിളിക്കുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. പക്ഷെ ഇതിന്റെ ലേറ്റർ ഓൺ ഇതിനെ ഒരു സിംപ്ലർ ഫോമിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്തത് നമ്മളുടെ ഒലിവർ ഹീവിസൈഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഈ ഇക്വേഷൻസിനെ മാക്സ്വെൽ ഹീവിസൈഡ് ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു സെക്ഷനോട് കൂടിയാണ് നമ്മൾ മൊഡ്യൂൾ 3 നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ. നമുക്ക് ബേസിക്കലി ഇത് 2024 സ്കീം ആയതുകൊണ്ട് തന്നെ 4 മൊഡ്യൂൾസ് ആണല്ലോ ഉള്ളത്. സോ മൊഡ്യൂൾ 4 നമുക്ക് കുറച്ചും കൂടി ഇത്രയും നേരം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 4 നമ്മൾ വരുമ്പോൾ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രൊപ്പഗേഷൻ, ട്രാൻസ്മിഷൻ അങ്ങനത്തെ കുറച്ച് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്കാണ് വരുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും പ്രൊപ്പഗേഷനും ആണ് നമ്മൾ ബേസിക്കലി ഡീൽ ചെയ്യുന്നത് അല്ലെ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് വരുന്ന ടൈം വേരിങ് പൊട്ടൻഷ്യൽ. ടൈം വേരിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കാരണം അവിടെ ടൈം വേരിയിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അത് സ്കെലാർ പൊട്ടൻഷ്യലും ഉണ്ട്, വെക്ടർ പൊട്ടൻഷ്യലും ഉണ്ട്. ക്ലിയർ ആയോ? ദെൻ വേവ്സ് ഇൻ ജനറൽ, അതായത് ഒരു വേവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ദാറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് എനി മാറ്റർ. അല്ലെ, ഒരു ഡിസ്റ്റർബൻസ് ആണ് വേവ് എന്ന് പറയുന്നത്. ഒരു മീഡിയത്തിന് അടുത്ത മീഡിയത്തിലേക്ക് പോകും. അത് എന്താ ട്രാൻസ്മിറ്റ് ചെയ്യണം? പവർ അല്ലെങ്കിൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും വിത്തൗട്ട് എനി ട്രാൻസ്ഫർ ഓഫ് എനി കൈൻഡ് ഓഫ് മാറ്റർ. സോ വേവ്സ് എന്താണ്? വേവ് ഇക്വേഷൻ C is equal to F lambda എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതായത് ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതിന്റെ ഡയറക്ഷനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ വേവ് പ്രൊപ്പഗേഷൻ, ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വേവ് പ്രൊപ്പഗേഷൻ ഇൻ ലോസി ഡൈലക്ട്രിക്. ലോസി ഡൈലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെറ്റീരിയലിൽ ലോസ് കൂടുതലായിരിക്കും. അത് ഹീറ്റ് ലോസ് ആയിരിക്കാം, കണ്ടക്ഷൻ ലോസ് ആയിരിക്കാം, പല രീതിയിലുള്ള ലോസും അവിടെ കൂടുതലായിരിക്കും. എക്സാമ്പിൾ നമ്മുടെ സോൾട്ടി വാട്ടർ, നമ്മുടെ ബയോളജിക്കൽ ടിഷ്യൂ, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. സോ അവിടെ എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ദെൻ പ്ലെയിൻ വേവ്സ് ഇൻ ഫ്രീ സ്പേസ്. പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേവ് ഫ്രണ്ട്സ് പ്ലെയിൻ ആയിരിക്കും. ആ സമയത്തുള്ള വേവ് ഇൻ ഫ്രീ സ്പേസിലുള്ള കാര്യങ്ങൾ. ദെൻ കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ വേവ് പ്രൊപ്പഗേഷൻ ഇൻ കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് ആകുമ്പോൾ അവിടെ എന്തായിരിക്കും? ഹൈ ലോസ് ആയിരിക്കും അല്ലെ, അറ്റനേഷ്യൽ ലോസ് വളരെ കൂടുതലായിരിക്കും. ദെൻ സ്കിൻ എഫക്ട്. സ്കിൻ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾക്കി മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിന്റെ സർഫസിലൂടെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈമിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്യുക. അതായത് ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുറവായിരിക്കും, കാരണം അവിടെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. സോ അതാണ് സ്കിൻ എഫക്ട് അല്ലെങ്കിൽ പെനിട്രേഷൻ എഫക്ട്. നമുക്ക് സ്കിൻ ഡെപ്തിനുള്ള കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാനുണ്ട്. ദെൻ പവർ ആൻഡ് പോയിന്റിംഗ് തിയറം. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ട്രാൻസ്മിഷൻ പഠിച്ചു. ഇനി വേവിന്റെ പവർ ജനറേഷൻ, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ് ഒക്കെയാണ് പഠിക്കുന്നത്. ദെൻ പോയിന്റിംഗ് തിയർ എന്ന് പറയുന്നത് പോയിന്റിംഗ് വെക്ടർ S ആണ് ഡിനോട്ട് ചെയ്യുക, ദാറ്റ് ഈസ് E ക്രോസ് H. E ക്രോസ് H എന്ന് പറയുമ്പോൾ S ഈസ് ഈക്വൽ ടു E ക്രോസ് H. E ക്രോസ് H എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പോയിന്റിംഗ് വെക്ടർ. സോ അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്.
ദെൻ നെക്സ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ്സ് അറ്റ് നോർമൽ ഇൻസിഡൻസ്. നോർമൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ, ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുന്നത് 90 ഡിഗ്രി ആംഗിളിലായിരിക്കും. ഒരു പ്ലെയിനിലേക്ക് 90 ഡിഗ്രി ആംഗിൾ ആയിട്ടായിരിക്കും ലൈറ്റ് വന്ന് ഫോളോ ചെയ്ത് റിഫ്ലക്ട് ചെയ്യുക. സോ റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ വേവ് വെച്ച് നോർമൽ ഇൻസിഡൻസ്. ദെൻ ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രിക് സിഗ്നലിനെ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽസിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയാം. സോ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ്, അതായത് വോൾട്ടേജിൻ്റെയും കറണ്ട് ഇക്വേഷൻ. ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇമ്പിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് എന്ന് പറയാം. പിന്നെ കുറച്ച് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഇൻപുട്ട് ഇമ്പിഡൻസ്, സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് മൊഡ്യൂൾ 4 പഠിക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാനും ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഓവറോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിന്റെ സിലബസ് വന്നിട്ടുള്ളത്. സോ ഓരോ മൊഡ്യൂൾ വൈസ് സിലബസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇത് പഠിച്ചിട്ട് നമുക്ക് യൂസ്ഫുള്ളും കൂടി ആവണ്ടേ, നമ്മളെ ഡേ ടു ഡേ ലൈഫിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലെവൽ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടി അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ മൊഡ്യൂൾ വൈസും അപ്ലിക്കേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ബേസിക് കോൺസെപ്റ്റ്, ഗോസസ് ലോ, കേൾ, ഡൈവേർജൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ അതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കി നോക്കാം. സോ യൂസ് ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് സിമുലേഷൻ ആൻഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഫോർ ഡെവലപ്പിംഗ് ആൻറ്റിനാസ്, മോട്ടോഴ്സ് ആൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റംസ്. നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഈ ആൻറ്റിനാസ് അങ്ങനത്തതിൻ്റെയൊക്കെ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ, ഈ ഡെൽ ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെരി എസെൻഷ്യൽ ആണ്. Then applied in industrial equipment design like capacitor, transformers and high voltage insulation systems. High level application ആയിട്ടുള്ള ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ, ഇതിൻ്റെയൊക്കെ ഡിസൈനിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ് ആപ്ലിക്കേഷൻ ലെവൽ സമയത്തും നമുക്ക് ഈ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ എസെൻഷ്യൽ ആണ്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് തുടങ്ങി കുറച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ ഡിസൈൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, കേബിൾസ്, നമ്മൾ കപ്പാസിറ്റൻസ് ഓഫ് കോആക്സിയൽ, സ്പിരിക്കൽ കപ്പാസിറ്റർ, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അവിടെ ഇൻസുലേഷൻ സിസ്റ്റം, പവർ ആൻഡ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രീസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ അപ്ലൈഡ് ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസ് ലൈക്ക് മോട്ടർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ടേഴ്സ് ഫോർ എഫിഷ്യന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡിസൈൻ. സോ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രൊപ്പഗേഷനെ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ കോൺസെപ്റ്റ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് മൊഡ്യൂളിൽ അഗെയിൻ നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ ഹയർ ലെവൽ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചത്. ഇവിടെ നോക്കൂ, ഹിയർ യൂസ് ഇൻ ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് മോട്ടർ, ജനറേറ്റർ, ട്രാൻസ്ഫോമർ ഇൻ പവർ സിസ്റ്റം. പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പവർ ജനറേഷൻ സിസ്റ്റംസിലാണ് നമ്മൾ കൂടുതൽ ഈ മോട്ടർ, ട്രാൻസ്ഫോമറിലുള്ള കോൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെയൊക്കെ ബേസ് ആണ് നമ്മുടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. അപ്ലൈഡ് ഇൻ ഇൻഡക്ഷൻ ഹീറ്റിംഗ്, വയർലെസ് പവർ ട്രാൻസ്ഫർ ആൻഡ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. ഇൻഡക്ടൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ്, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ദെൻ മൊഡ്യൂൾ 4 യൂസ്ഡ് ഇൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ. മൊഡ്യൂൾ 4 ആണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനും ഇലക്ട്രോ മാഗ്നറ്റിക് വേവും കാര്യങ്ങളൊക്കെ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് അതിനൊരു പെർട്ടിക്കുലർ മീഡിയത്തിന്റെ ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷൻ, റഡാർ സിസ്റ്റം, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സ്പേസ് പ്രൊപ്പഗേഷൻ, ഇതിനൊക്കെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് യൂസ് ചെയ്യാം. സോ അതിൻ്റെയൊക്കെ ഒരു ബേസ് ആണ് നമ്മൾ മൊഡ്യൂൾ 4 നോക്കിയത്. ദെൻ അപ്ലൈഡ് ഇൻ RF ആൻഡ് മൈക്രോവേവ് എഞ്ചിനീയറിംഗ്. ഞാൻ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ ഇൻ കണ്ടക്ഷൻ മീഡിയം എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ്, ഒരുപാട് ലോസ് ഉണ്ടാവും. സോ ഈ ലോസ് സംഭവിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണ്. സോ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോവേവ് ഓവനിലൊക്കെ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഇൻക്ലൂഡിങ് ആൻറ്റിനാസ്, വേവ് ഗൈഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട് ഡിസൈനിലൊക്കെ നമ്മൾ ഈ മൊഡ്യൂൾ 4 റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ക്ലിയർ ആയോ? സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ബേസിക്കലി 4 മൊഡ്യൂൾസ് ആണ്, 100 മാർക്സ് ആണ് നമുക്ക് ഓവറോൾ വരുന്നത്. അതിൽ 16 മാർക്സ് നമുക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള എക്സാമും 40 മാർക്സ് നമുക്ക് ഇന്റേണൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇന്റേണൽ ഇവാലുവേഷനിലാണ് വരുന്നത്. അതിൽ 5 മാർക്ക് അറ്റൻഡൻസ്, 15 മാർക്സ് അസൈൻമെന്റ്, 10 മാർക്സ് ആയിട്ട് നമുക്ക് 2 ഇന്റേണൽ എക്സാമും ഉണ്ടാവും. സോ ഓവറോൾ നമുക്ക് 60 + 40 100 മാർക്സിന്റെ ഒരു ഓവറോൾ 100 മാർക്സ് ആണ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ സ്കോർ ചെയ്യാനുള്ളത്. സോ ഇതിന്റെ പ്രീ റിക്വസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് മാത്തമാറ്റിക്സ് ഫോർ ഫിസിക്കൽ സയൻസ്, ഇലക്ട്രിക്കൽ സയൻസ് 2 ആണ് വേണ്ടത്. സോ ബേസിക് കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, കേൾ, ഡൈവേർജൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. സോ ഓവറോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് എല്ലാം ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് നമ്മളുടെ പാറ്റേണും കാര്യങ്ങളും, നമ്മുടെ K2 2024 സ്കീമിൻ്റെ അണ്ടറിലുള്ള പാറ്റേണും എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. മൊഡ്യൂൾ വൈസ് നമ്മൾ ഓരോ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. സോ താങ്ക് യു.